ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 2025 എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും തന്നെ പഠിക്കുവാനായിട്ട് പോവുകയാണ് അല്ലേ. അതിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഏത് ജില്ലയിലേക്കാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അപേക്ഷിച്ച് കഴിഞ്ഞവർക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ജില്ലയിലെ നിയമനം കിട്ടുവാനായിട്ടുള്ള സാധ്യതകൾ എത്രത്തോളമാണ്. ഈ ഒറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ പാലക്കാട് ജില്ലയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 നിയമന സാധ്യതകൾ എത്രത്തോളമാണെന്നാണ് അനലൈസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒരു വീഡിയോ പാലക്കാട് അപ്ലൈ ചെയ്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ അല്ല, അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്കും അപ്ലൈ ചെയ്യണോ വേണ്ടോ എന്ന സംശയത്തിൽ നിൽക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാ ജില്ലകളുടെയും വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ജില്ലകളുടെയും ജില്ലാ തലത്തിലുള്ള കമ്പാരിസൺ ആയിട്ടുള്ള വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ പാലക്കാടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പാലക്കാട് ജില്ലയിലെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. എത്ര പേരാണ് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചത്? 4561 പേരാണ് പാലക്കാട് ജില്ലയിൽ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. വെറും 4561 പേര്. ഇതിൽ എത്ര പേരാണ് കൺഫർമേഷൻ നൽകിയത്? അപേക്ഷിച്ച് എല്ലാവരും എക്സാം എഴുതാൻ നിർബന്ധമില്ല. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ നൽകിയത് വെറും 2859 പേര് മാത്രമാണ്. അപ്പൊ കൺഫർമേഷൻ നൽകുക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് PSC എക്സാം എഴുതുന്നവർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. ഈ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമിന് ഒരു 1-2 മാസം മുൻപായിട്ട് തന്നെ എക്സാം ഡേറ്റും സിലബസും ഒക്കെ വന്നുകൊണ്ട് PSCയുടെ പ്രൊഫൈലിൽ കൺഫർമേഷൻ നൽകൂ എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വരും. അപ്പൊ നമ്മൾ PSC പ്രൊഫൈലിൽ ലോഗിൻ ആയിട്ട് കൺഫർമേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ എക്സാം എഴുതുവാനായിട്ട് വന്നിരിക്കുമെന്ന ആ ഒരു ഉറപ്പ്, ആ ഒരു കൺഫർമേഷൻ ആ ഒരു പ്രൊഫൈലിലൂടെ നൽകേണ്ടതുണ്ട്. ഈ ഒരു കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ നമുക്ക് എക്സാം എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇൻ കേസ് നമ്മൾ കൺഫർമേഷൻ കൊടുക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കില്ല. അങ്ങനെ എക്സാം എഴുതാൻ പറ്റാതെ പോയിട്ടുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് പറ്റരുത്. അപ്പൊ എല്ലാവരും ഇടയ്ക്ക് PSC പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി കൺഫർമേഷൻ നൽകുവാനായിട്ടുള്ള മെസ്സേജ് വരുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളുടെ യൂട്യൂബിലും അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു കൺഫർമേഷൻ നൽകിയ 2859 പേരിൽ എല്ലാവർക്കും തന്നെ പരീക്ഷ എഴുതുവാനായിട്ട് വരാൻ സാധിക്കണമെന്നില്ല. പല കാരണങ്ങളാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റാതെയൊക്കെ വന്നേക്കാം. അങ്ങനെ 2859 പേരിൽ പാലക്കാട് ജില്ലയിൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ലെസൺ ഗ്രേഡ് 2 പരീക്ഷ കഴിഞ്ഞ തവണ എഴുതിയത് വെറും 1992 പേര് മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു കേരള PSC പരീക്ഷയിൽ മത്സരിക്കുന്ന പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 1992 പേര് മാത്രം. ഇതിൽ എത്രത്തോളം പേരായിരിക്കും വളരെ സീരിയസ് ആയിട്ട് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതുപോലുള്ള ഒരു പരീക്ഷ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ജനറൽ PSC പരീക്ഷ നിങ്ങൾക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നതും ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതും എഴുതുന്നതും എല്ലാം തന്നെ. ഈ ഒരു പരീക്ഷയ്ക്ക് പാലക്കാട് ജില്ലയിൽ വെറും 1992 പേര് മാത്രമാണ് ആ ഒരു പരീക്ഷ എഴുതിയത്. അപ്പൊ ഇതിൽ എത്ര പേരാണ് ആ ഒരു മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്? പാലക്കാട് ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ 129 പേരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, പാലക്കാട് ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ 129 പേരുണ്ടായിരുന്നു. വളരെ കൂടുതലാണല്ലേ. 129 പേരുടെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു. അതിൽ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 21 മാർക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 100 മാർക്കിന്റെ എക്സാമില് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 21 മാർക്ക് മാത്രമാണ്. ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 38 മാർക്കുമാണ്. അപ്പൊ ഇതുവരെ പാലക്കാട് ജില്ലയിൽ നിന്ന് പോയിട്ടുള്ള അഡ്വൈസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 54 കേട്ടോ. 54 അഡ്വൈസുകളാണ് ഇതുവരെ പാലക്കാട് ജില്ലയിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ എക്സാം എഴുതുന്നവരുടെ എണ്ണം നോക്കിയാലും അഡ്വൈസുകളുടെ എണ്ണം നോക്കിയാലും എല്ലാം തന്നെ ഇതുപോലെയുള്ള ഒരു പരീക്ഷ, ഒരു PSC പരീക്ഷ നിങ്ങൾക്ക് മറ്റെവിടെയും മറ്റൊരു എക്സാമും കാണുവാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസരങ്ങൾ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. നന്നായിട്ട് തന്നെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ പരിശ്രമിച്ച് തുടങ്ങുക കേട്ടോ. അപ്പോൾ മെയിൻ ലിസ്റ്റിലേക്ക് നമുക്ക് വരാം. മെയിൻ ലിസ്റ്റിൽ ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ എത്ര പേരായിരുന്നു ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നത്? 38 പേരാണ് പാലക്കാട് ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിലെ ഹയസ്റ്റ് മാർക്ക്, ജനറൽ കാറ്റഗറിയിൽ തന്നെ ഹയസ്റ്റ് മാർക്ക് 38 മാർക്കും ലോവസ്റ്റ് മാർക്ക് 21 മാർക്കുമായിരുന്നു. അതുപോലെ ഇഴവത്തിയ ബില്ല് റിസർവേഷൻ ഉള്ളവരിൽ 55 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഹയസ്റ്റ് മാർക്ക് 35.33 മാർക്കും ലോവസ്റ്റ് മാർക്ക് 21 മാർക്കുമായിരുന്നു. SC കാറ്റഗറിയിൽ SC റിസർവേഷനുള്ള 3 പേരാണ് പാലക്കാട് ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഹയസ്റ്റ് മാർക്ക് 25.33 മാർക്കും ലോവസ്റ്റ് മാർക്ക് 21 മാർക്കുമായിരുന്നു. ST കാറ്റഗറിയിൽ ആരും തന്നെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല.
അതുപോലെ മുസ്ലിം റിസർവേഷൻ ഉള്ളവരിൽ 16 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് 30.33 മാർക്കും ലോവസ്റ്റ് മാർക്ക് 21.33 മാർക്കുമാണ്. അതുപോലെ ബാക്കിയുള്ള എല്ലാ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ആ ഒരു റിസർവേഷനുള്ള എത്ര പേരാണ് ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നൊരു ഡാറ്റ നിങ്ങൾക്ക് ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി ഏതാണോ ആ ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ എത്ര പേരായിരുന്നു ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്, അവരുടെ ഹയസ്റ്റ് മാർക്ക് എത്രയാണ്, ലോവസ്റ്റ് മാർക്ക് എത്രയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടവത്തിയ ബില്ലവ ആ ഒരു റിസർവേഷൻ കാറ്റഗറിയുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേരായിരുന്നു ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നത്? 29 പേരാണ് ഇടവത്തിയ ബില്ലവ റിസർവേഷൻ കാറ്റഗറിയുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഹയസ്റ്റ് മാർക്ക് ആ ഒരു സപ്ലിമെന്ററി ലിസ്റ്റിലെ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 20.67 മാർക്കായിരുന്നു. സ്വാഭാവികമായിട്ടും മെയിൻ ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്തായിരുന്നു? കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 21 മാർക്കായിരുന്നു. അപ്പോൾ 21 മാർക്കിന് താഴെയുള്ളവരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ 20.67 ആയിരുന്നു റിട്ടേൺ മാർക്സിലെ ആ ഒരു ഇടവത്തിയ ബില്ലവയുടെ സപ്ലിമെന്ററി ലിസ്റ്റിലെ ഹയസ്റ്റ് മാർക്ക്. ലോവസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 18 മാർക്കായിരുന്നു. അതുപോലെ SC കാറ്റഗറിയിൽ 17 പേരായിരുന്നു ആ ഒരു SC കാറ്റഗറിയുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആ ഒരു 17 പേരിൽ തന്നെ ഹയസ്റ്റ് മാർക്ക് 20.33 മാർക്കും ലോവസ്റ്റ് മാർക്ക് 14.33 മാർക്കുമാണ്. അതുപോലെയുള്ള ബാക്കി എല്ലാ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ആ ഒരു സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേര് ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നു, അതിൽ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ തന്നെ ഹയസ്റ്റ് മാർക്ക് എത്രയാണ്, ലോവസ്റ്റ് മാർക്ക് എത്രയാണ്, അതിനെക്കുറിച്ചുള്ള ഡാറ്റ നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഡാറ്റാസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാറ്റഗറിയുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ലോ വിഷൻ കാറ്റഗറിയിൽ 3 പേരായിരുന്നു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ഹിയറിംഗ് ഇമ്പയർമെന്റ് കാറ്റഗറിയിൽ 2 പേരായിരുന്നു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ലോക്കോമോട്ടർ ഡിസബിലിറ്റി ആൻഡ് സെർവൽ പ്ലാസ്റ്റി വിഭാഗത്തിൽ 3 പേരായിരുന്നു ആ ഒരു സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ഓരോ കാറ്റഗറിയിലും ഹയസ്റ്റ് മാർക്ക് എത്രയാണ്, ലോവസ്റ്റ് മാർക്ക് എത്രയാണ് നിങ്ങളുടെ ഡാറ്റ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു ടേബിൾ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ പാലക്കാട് ജില്ലയിലെ മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും ഓരോ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ എണ്ണം, അതുപോലെ അവരുടെ ഹയസ്റ്റ് മാർക്ക്, ലോവസ്റ്റ് മാർക്ക് എന്നീ വിവരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. അതായത് ഓരോ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ഏറ്റവും അവസാനം അഡ്വൈസ് പോയ ആളുടെ റാങ്ക് എത്രയാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എത്രയാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന കേരള PSC പരീക്ഷകൾ, അതായത് കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം, അതുപോലെ 2024 ജൂണിൽ നടന്ന റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷ, അതുപോലെ കഴിഞ്ഞ വർഷം നടന്ന റിസർച്ച് ഓഫീസർ പരീക്ഷ എന്നീ 3 പരീക്ഷകളിലും ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് നേടിയ നേട്ടങ്ങളെക്കുറിച്ച് കുറച്ച് നിമിഷങ്ങൾ. ഇനി നമുക്ക് അഡ്വൈസ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ, അതായത് റിസർവേഷൻ കാറ്റഗറി ഒന്നും തന്നെ കൺസിഡർ ചെയ്യാതെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവസാനമായിട്ട് അഡ്വൈസ് പോയ ആളുടെ റാങ്ക് എന്ന് പറയുന്നത് 45ആണ്. അതായത് മെയിൻ ലിസ്റ്റിലെ 45ാം റാങ്കുള്ള ആൾക്കാണ് ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ നിന്നും അവസാനമായിട്ട് പാലക്കാട് ജില്ലയിൽ അഡ്വൈസ് പോയിട്ടുള്ളത്. അവസാനം അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 25.67 മാർക്കാണ്. അതുപോലെ മെയിൻ ലിസ്റ്റിലെ 44ാമത്തെ റാങ്കുള്ള ആൾക്കാണ് ഇടവത്തിയ ബില്ലവ റിസർവേഷൻ പ്രകാരമുള്ള അഡ്വൈസ് അവസാനമായിട്ട് പോയിട്ടുള്ളത്. ആ അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 25.67 മാർക്കാണ്. അതുപോലെ SC കാറ്റഗറിയിലും ST കാറ്റഗറിയിലും സപ്ലിമെന്ററി ലിസ്റ്റുകളിലുള്ള ആദ്യത്തെ റാങ്കുള്ള ആളുകൾക്കാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയത്. അല്ലെങ്കിൽ SC കാറ്റഗറിയിൽ അവസാനം അഡ്വൈസ് പോയ ആളുടെ മാർക്ക് 20.33, ST കാറ്റഗറിയിൽ അവസാനം അഡ്വൈസ് പോയ ആളുടെ മാർക്ക് 12.67. അതുപോലെ ബാക്കിയുള്ള എല്ലാ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും അവസാനമായിട്ട് അഡ്വൈസ് പോയ ആളുടെ റാങ്കും ആളുടെ മാർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ ഏതാണോ അതിനനുസരിച്ചുള്ള ആ ഒരു വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാം.
അതുപോലെ വിശ്വകർമ്മ വിഭാഗത്തിൽ നിന്നും അവസാനമായിട്ട് അഡ്വൈസ് പോയത് മെയിൻ ലിസ്റ്റിൽ 43-ാം റാങ്കുള്ള ആൾക്കാണ്. അയാളുടെ മാർക്ക് എന്ന് പറയുന്നത് 25.67 മാർക്കാണ്. SIOC നാടർ, SCC ധീവര ഈ 3 കാറ്റഗറിയിലും ഇതുവരെ അഡ്വൈസുകൾ പോയിട്ടില്ല. PSCയുടെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരമാണ് നമ്മൾ അഡ്വൈസ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഊഴം വരുന്നതനുസരിച്ചായിരിക്കും ആ അഡ്വൈസുകൾ പോവുക. അതുപോലെ ഹിന്ദു നാടാറിലെ സപ്ലിമെന്ററി ലിസ്റ്റിലെ 1ാമത്തെ ആൾക്കാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയിട്ടുള്ളത്. അതുപോലെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാറ്റഗറിയുടെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോ വിഷൻ കാറ്റഗറിയിൽ സപ്ലിമെന്റ് ലിസ്റ്റിൽ ആദ്യത്തെ ആൾക്കാരാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയത്. ഹിയറിംഗ് ഇമ്പയർമെന്റ് കാറ്റഗറിയിൽ സപ്ലിമെന്റ് ലിസ്റ്റിലെ 2ാമത്തെ റാങ്കുള്ള ആൾക്കാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാലക്കാട് ജില്ലയിലെ ഡീറ്റെയിൽസ് ആണ് കണ്ടത് അല്ലെ. എത്ര പേർ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തു, എത്ര പേർ എക്സാമിന് കൺഫർമേഷൻ നൽകി, എത്ര പേർ എക്സാം എഴുതി. വെറും 1992 പേര് മാത്രമാണ് പാലക്കാട് ജില്ലയിലെ പരീക്ഷ എഴുതിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതുപോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? വെറും 1992 പേര് മാത്രം എഴുതുന്ന ഒരു എക്സാം. അത് എത്രത്തോളം പേരായിരിക്കും വളരെ സീരിയസ് ആയിട്ട് ഒരു പരീക്ഷ വേണ്ടി പഠിച്ചിട്ടുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. അത്രയും കോമ്പറ്റീഷൻ കുറവുള്ള ഒരു തസ്തിക തന്നെയാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം കേട്ടോ. നന്നായിട്ട് പഠിക്കുക. നമുക്കൊരു 6 മാസം മുൻപിലുണ്ട്. എല്ലാ ദിവസവും നമ്മളുടെ ആ ഒരു ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ പേരും ആ ഒരു ടോപ്പ് റാങ്കിൽ തന്നെ ഉണ്ടാവണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു 6 മാസക്കാലം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്, തയ്യാറെടുക്കേണ്ടത്? സബ്ജക്ട് ബേസ്ഡ് എക്സാമുകളിൽ, അതായത് പ്രത്യേകമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന സബ്ജക്ട് ബേസ്ഡ് എക്സാമുകളിൽ PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ആ ഒരു രീതി മനസ്സിലാക്കി അനലൈസ് ചെയ്തുകൊണ്ടാണ് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ എല്ലാ ക്ലാസ്സുകളും എല്ലാ മോക്ക് ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് 2024 ജൂണിൽ നടന്ന റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷ. ആ ഒരു പരീക്ഷയിൽ ഇതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് ആയിരുന്നു പ്രധാന വിഷയങ്ങളായിട്ട് പഠിക്കുവാനായിട്ടുണ്ടായിരുന്നത്. ആ ഒരു പരീക്ഷയിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നും 64 ചോദ്യങ്ങളാണ് നമ്മളുടെ മെയിൻ എക്സാമിന് വന്നത്. 64 ചോദ്യങ്ങൾ, എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ചോദ്യങ്ങൾ, സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ചോദ്യങ്ങൾ, അങ്ങനെ 64 ചോദ്യങ്ങളാണ് ഒരു പരീക്ഷയ്ക്ക് വന്നത്. ആ 64 ചോദ്യങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഏതൊക്കെ മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ എല്ലാ ക്ലാസ്സുകളും തയ്യാറാക്കുന്നത്. അതിന്റെ ഫലം തന്നെയായിരുന്നു 64 ചോദ്യങ്ങൾ വന്നതും. മാത്രമല്ല റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിൽ വെറും 159 പേര് മാത്രം അടങ്ങുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയത് 37 പേരാണ്. അത് സ്റ്റേജ് വൈഡ് എക്സാം ആണ്. 37 പേരും ലേൺ ഫാസ്റ്റിലെ സ്റ്റുഡൻസ് ആയിരുന്നു. 19 പേരാണ് മെയിൻ ലിസ്റ്റിൽ മാത്രമുള്ളത്. 19 പേര് മെയിൻ ലിസ്റ്റിലും 18 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും. അതുപോലെ 2022 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ നിന്നും 55 റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. 55 റാങ്കുകൾ, 1, 2, 3, 4, 5 റാങ്കുകൾ ഉൾപ്പെടെ വിവിധ ജില്ലകളിലായി 55 റാങ്കുകൾ. എങ്ങനെയാണ് ഇത് സാധ്യമാവുക? PSC പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതി മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും അതുപോലെ മോക്ക് ടെസ്റ്റ് എഴുതുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 2025 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും ഏറ്റവും ടോപ്പ് റാങ്കിൽ ഉണ്ടാവുമെന്നതിൽ ഒരു സംശയവുമില്ല. ഈ 2025 നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി നേടുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളോടൊപ്പം ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് എന്നും ഉണ്ടാവും. താങ്ക് യു.